നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നെല്ലിക്കുന്നം അരീക്കൽ ആയുർവേദ ആശുപത്രിയിൽ ആരോഗ്യ സംഗമം 2025 സംഘടിപ്പിച്ചു. JCI കൊട്ടാരക്കരയും അരീക്കൽ ആയുർവേദ ആശുപത്രിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സൗജന്യ രോഗനിർണയവും ചികിത്സാ ക്യാമ്പും നടന്നു. ഇന്ന് രാവിലെ 9 മണി മുതലാണ് പരിപാടി ആരംഭിച്ചത്. കൊട്ടാരക്കര ഡിവൈഎസ്പി K. ബൈജുകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് JCI കൊട്ടാരക്കരയും അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ക്യാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാമ്പിനൊപ്പം തന്നെ പല ടെസ്റ്റുകളും, ഒന്നാമത് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്, BMD ടെസ്റ്റ്, അത് വളരെ സൗജന്യമായിട്ട് നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനകത്തെ തേയ്മാനം എത്രമാത്രം ഉണ്ട് എന്ന് അറിയുന്ന ടെസ്റ്റാണ്. ഏതാണ്ട് 1000-ഓളം വില വരുന്ന ടെസ്റ്റാണ്. അത് നമ്മൾ സൗജന്യമായിട്ടാണ് നടത്തുന്നത്. അതിനൊപ്പം തന്നെയാണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടോ എന്നറിയുന്നതിനുള്ള ടെസ്റ്റുകൾ, ഇതുകൂടാതെ തന്നെയാണെങ്കിൽ ലാബ് ടെസ്റ്റുകൾ, രോഗത്തിനനുസരിച്ചുള്ള ലാബ് ടെസ്റ്റ് ഉണ്ട്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇത് തുടങ്ങിയ എല്ലാവിധ ടെസ്റ്റുകളും ആണെങ്കിൽ സൗജന്യ നിരക്കിലാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇത് കൂടാതെ തന്നെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ്, പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകൾ ഏതാണ്ട് 1000 മുതൽ 1500, 2000 രൂപ വില വരുന്ന ട്രീറ്റ്മെന്റുകൾ, ടെസ്റ്റുകളും ട്രീറ്റ്മെന്റുകളും അടക്കം എല്ലാം തന്നെയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അതാണ് ഈ ഒരു ക്യാമ്പിന്റെ പ്രത്യേകത. ഇത് സംഘടിപ്പിക്കുന്നത് കൊട്ടാരക്കര JCIയും അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമാണ്. ഈ ഒരു അവസരം എല്ലാ ആൾക്കാരും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ 3 നേരമാണ് കുക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് 3 ദിവസത്തിൽ ഒരിക്കലാണ്. നേരെ ഈ മോർച്ചറിക്കകത്തോട്ട് കയറ്റി വയ്ക്കും, വീണ്ടും ചൂടാക്കി ഉപയോഗിക്കും. ഇതാണ് രോഗത്തിലേക്ക് നയിക്കുന്ന നമ്പർ 1 കാരണം. യഥാർത്ഥത്തിൽ ഏത് ആഹാരവും പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് മാറും, അത് കേടായി. അത് പിന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് പാചകം ചെയ്ത ഭക്ഷണങ്ങളോ കറികളോ പോലും രാത്രി കഴിക്കരുത്. തലയിൽ തേക്കുന്ന എണ്ണയും മുടിയായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ നഖം വളരുന്ന പോലെ തന്നെയാണ് മുടി വളരുന്നത്. നഖത്തിന്റെ അടി കുറച്ച് എണ്ണ തേച്ചാൽ പ്രത്യേകിച്ച് നഖം വളരുമോ എന്ന് പറയുന്നില്ല. മുടിയുടെ അടി എണ്ണ തേച്ചാൽ പ്രത്യേകിച്ച് മുടി വളരത്തൊന്നുമില്ല. എന്നാൽ ഈ പറയുന്ന എണ്ണ, കയ്യോന്നിയാണെങ്കിലും കറ്റാർവാഴയാണെങ്കിലും ഇതൊക്കെ ശീതമാണ്, തണുപ്പാണ്. ഇത്തരം തണുപ്പുള്ള എണ്ണ തലയിൽ തേച്ചാൽ നീളക്കം കണ്ടീഷൻ ഉണ്ടാകും. ഉള്ള കഴുത്ത് വേന, തോള് വേന, മുട്ടുവേന ഇതൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് പുറമേ വിരട്ടുന്ന എണ്ണയും. ആൾക്കാർക്ക് തെറ്റായ ധാരണയുണ്ട്. ആയുർവേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ എണ്ണ വിരട്ടി തിരുമാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിയതമായ അവസ്ഥകൾ ഒഴിച്ച് പുറമേ തൈലം പുരട്ടുന്നത് കൊണ്ട് ആത്യന്തികമായി ഗുണം ലഭിച്ചതായി അനുഭവമില്ല. വേദന ശമിപ്പിക്കുന്നതായ തോന്നൽ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പുറമേ തൈലം പുരട്ടുന്നത് രോഗത്തെ ഗുരുതരമാക്കുവാനും ചികിത്സാ കാലയളവ് വർദ്ധിപ്പിക്കുവാനും മാത്രമേ ഉപകരിക്കൂ. ഈ പുറമെ എണ്ണ തൈലം തേച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കയറി പോകത്തൊന്നുമില്ല. എപ്പോഴും ഒരു സ്കിന്നിന് റെസിസ്റ്റൻസ് ഉണ്ട്. രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും, മുട്ടുവേന വർദ്ധിച്ചുകൊണ്ടിരിക്കും, നടുവേന വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന എണ്ണകളൊക്കെ വളരെ അഗ്രമാണ്, വളരെ ടോപ്പാണ്. ഈ തൈലങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ തൈലങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഉള്ളിലേക്ക് കഴിക്കാനാണ്. ഉള്ളിൽ കഴിച്ചെങ്കിൽ മാത്രമേ ഈ ധന്വന്തരമാണെങ്കിലും സഹരാതിയാണെങ്കിലും മഹാമാരനാണെങ്കിലും ഒക്കെ ആണെങ്കിലും പ്രയോജനം കിട്ടത്തുള്ളൂ. മറ്റേത് വെറുതെ ഒരു നാഷണൽ വേസ്റ്റേജ് കൂടിയാണ്. JFM ബിജുരാജ് JCI പ്രസിഡന്റിനെ ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതാർഹമായിട്ട് ക്ഷണം സ്വീകരിച്ച നമ്മുടെ DYSP കൊട്ടാരക്കരയുടെ DYSP ശ്രീ ബൈജു കുമാറാണ്. അദ്ദേഹം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഒരു പ്രോഗ്രാമിന് വരാനെത്തത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. ഇന്ന് ശിവരാത്രിയാണ്, ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേഗം പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്കിവിടെ എത്തിച്ചേർന്ന നമ്മുടെ DYSP K. ബൈജു കുമാർ അവരെ നമ്മുടെ പേരിലും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം സുഖമായ രീതിയിൽ തന്നെയാണെങ്കിൽ നമ്മുടെ JCI കൊട്ടാരക്കരയാണെങ്കിൽ നയിച്ച JCV രാധാകൃഷ്ണൻ അവർക്ക് എന്റെ പേരിലും ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഏറ്റവും കൂടുതൽ സഹായിക്കുക, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത് റെജിൻസയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തെ ആണെങ്കിൽ ഒരു ഓൾറൗണ്ടറാണ് JCIയുടെ. അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. രണ്ടായിരത്തി 2024 JCI കൊട്ടാരക്കര പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അന്ന് ഞങ്ങൾ നമ്മുടെ മെമ്പർ കൂടിയായ ഡോക്ടർ സുകുമാറിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ശ്രീ സാംസൺ പാലക്കോണവും ഞങ്ങൾ
പലമുറി ഇതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിലും ഒരിക്കലും അതിനൊരു അവസരം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പം നമ്മുടെ പുതിയ പ്രസിഡന്റ് ജോയിൻ ചെയ്ത ആ ടൈമിൽ തന്നെ ഞങ്ങൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പെട്ടെന്നൊരു തീരുമാനമെടുത്ത് വളരെ നന്നായി. എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഈ സമൂഹം നേരിടുന്ന എല്ലാ രീതിയിലുമുള്ള വെല്ലുവിളികളെ നേരിടാൻ അദ്ദേഹത്തിന് ഡോക്ടർ സ്മിത്ത് കുമാറിൻ്റെ ഒരു ക്യാമ്പും ഹെൽത്ത് ചെക്കപ്പും വളരെ JCIക്കും മറ്റ് അരീക്കൽ ഹോസ്പിറ്റലിനും അത് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. പിന്നെ ഡോക്ടർ നമ്മളോട് നിങ്ങൾ തല എണ്ണ തേക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചത് ഉപയോഗിക്കരുത്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. എങ്കിലും ഏകദേശം എനിക്കൊരു 10-20 വർഷമായി ഡോക്ടറെ അറിയാം. നേരിട്ട് ഞങ്ങൾ അധികം അടുപ്പമില്ലായിരുന്നെങ്കിലും 10-20 വർഷത്തിലധികമായി അറിയാം. അദ്ദേഹത്തെ അന്ന് ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ചെറുപ്പമാണ് ഇപ്പോഴേ. അദ്ദേഹത്തിൻ്റെ ഈ ഗ്ലാമറിൻ്റെ രഹസ്യം ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഒറ്റ വാക്കിൽ ആശംസ വിചാരിച്ച ഒരുപാട് ഇനി സമയം ഇതിനകത്ത് വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ക്യാമ്പ് തുടങ്ങാൻ സമയമായി, നേരത്തെ വന്നവർ കൂടി ഇരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആശംസ മാത്രം നടന്നോളൂ. എല്ലാവർക്കും ഈ ക്യാമ്പിന് എല്ലാ ആശംസ നേരുന്നു. റെസ്പെക്ടഡ് ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് JC വിജയരാജ്, പ്രിയപ്പെട്ട JC കുടുംബാംഗങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, JC കൊട്ടാരക്കര ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളതായ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും മറ്റു പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് നടക്കേണ്ടതായ കാര്യം പ്രധാനമായും മെഡിക്കൽ ക്യാമ്പാണ്. എല്ലാവരും അക്ഷമരായിരിക്കുന്നു. ഏകദേശം 10 മണി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടും JCI പ്രസ്ഥാനം എന്താണെന്നും ആരോഗ്യ പരിപാലനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ ഡോക്ടറും JCIയുടെ മുതിർന്ന പാസ്റ്റ് പ്രസിഡന്റുമാരും മറ്റും സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതശൈലി രോഗത്തിൽ ഇന്ന് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം. നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ എവിടേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ നല്ല സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞു. പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മൾ പോകാൻ വേണ്ടി നടക്കുന്നു എങ്കിൽ ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു സാഹചര്യം. പണ്ടൊക്കെ വിദ്യാർത്ഥികൾ അധ്യാപകരെ പേടിച്ച് ക്ലാസ്സിൽ കയറാതിരിക്കുന്നു എങ്കിൽ ഇന്ന് അധ്യാപകർ വിദ്യാർത്ഥികളെ പേടിച്ച് ക്ലാസ്സിൽ കയറാതിരിക്കുന്ന സമൂഹം. അങ്ങനെ കാലഘട്ടത്തിന്റെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പിലൂടെ ഒരല്പമെങ്കിലും നമ്മളുടെ ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലി രോഗങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ അത്യുത്തമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് JCIയുടെ പ്രസിഡന്റ് JFM വിജയരാജ് ഇങ്ങനെ ഒരു ഉദ്യമനത്തിന് മുതിർന്നത്. അതിന് നമ്മുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ ഭംഗിയായി ഈശ്വരാനുഗ്രഹത്താൽ വളരെ ഭംഗിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് JCI ബി ബെറ്റർ. ഈ സ്ഥാപനത്തിന്റെ MD, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ MD ബഹുമാനായ ഡോക്ടർ സ്മിത്ത് കുമാർ നമ്മുടെ JCIയുടെ ഒരു അസറ്റാണ്. അദ്ദേഹത്തെ പോലെ വളരെ കഴിവുള്ള, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്തൊക്കെ, നേരത്തെ എൻ്റെ സുഹൃത്തു കൂടി ആയ ഈ പഞ്ചായത്തിന്റെ മെമ്പറും കൂടിയായ സുനിൽ ടി ഡാനിൽ പറഞ്ഞതുപോലെ ആ ചെറിയ ഒരു സംരംഭത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കേരളം, അതുപോലെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് വെളിയിൽ വരെ അറിയപ്പെടുന്ന ഒരു നല്ല ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ ഡോക്ടേഴ്സ് ഒരുപാട് തരത്തിലുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ പോലും നമ്മുടെ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടൻ ചികിത്സയിലൂടെ ഏറ്റവും മികച്ച തരത്തിലുള്ള ചികിത്സ നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ. അത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഞാനിവിടെ വന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തും അയൽവാസി കൂടിയാണ് റജി. അദ്ദേഹം യഥാർത്ഥ UK-യിലാണ്. മലയാളിയാണെങ്കിൽ പോലും കൂടുതൽ സമയം UK-യിലാണ്. ഞാൻ വരുമ്പോൾ അദ്ദേഹം ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം കൂടെ ഇവിടെ പേഷ്യന്റ് എന്ന നിലയിൽ, പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ചികിത്സാർത്ഥമുള്ള നിലയിൽ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ
നമ്മുടെ ഡോക്ടറുടെ ആ പ്രശസ്തി ഇന്ത്യക്ക് വെളിയിലും അറിയപ്പെടുന്നു എന്നുള്ളതാണല്ലോ. ഞാൻ കൂടുതലായി സമയം എടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ ഉള്ള പ്രധാന കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് JFM ബിജുരാജ് അവர்களാണ്. വളരെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, വളരെ ചുറുചുറുക്കുള്ള, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റാണ് JC ബിജുരാജ്. അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് കൊട്ടാരക്കര JCയുടെ പേരിലും അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് കൊട്ടാരക്കര DYSP ബൈജുകുമാർ സാറാണ്. അദ്ദേഹം നമ്മളെക്കാളൊക്കെ കൃത്യനിഷ്ഠത പാലിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം 8:45 ഇവിടെ ചേർന്നു. അദ്ദേഹത്തിനും ഈ ക്യാമ്പിന്റെ പേരിൽ, ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ഒരു ദിവസം ഒരു 1 ഡേ ഇതായിട്ട് നടത്തേണ്ടതാണ്. കാരണം രാവിലെ മുതൽ ഉച്ച വരെ ഡോക്ടറിന്റെ ഒരു ക്ലാസ്സും അതിനുശേഷം ഒരു ട്രീറ്റ്മെന്റുമായിരുന്നു വേണ്ടത്. കാരണം എനിക്ക് തോന്നുന്നു ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഡോക്ടറിന്റെ ക്ലാസ്സിനാണ് പ്രാധാന്യം. അത് നമ്മുടെ ജീവിത രീതികളെ കുറിച്ച്, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത് തുടങ്ങിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞ് തരും. അത് പാലിച്ചാൽ തന്നെ നമ്മുടെ പകുതി രോഗങ്ങൾ മാറും. ബാക്കി ചികിത്സകൾ നടത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ MDയും അതോടൊപ്പം തന്നെ കൊട്ടാരക്കര JCയുടെ ഒരു പ്രവർത്തകനുമായ JC ഡോക്ടർ സ്മിത് കുമാർ അവരുടെ ഈ ക്യാമ്പിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സ്നേഹിതനും CPയുടെ ഒരു നേതാവും ഈ വാർഡ് മെമ്പറുമായ ശ്രീ സുനിൽ T. ഡാനിയലിനെ ഈ ക്യാമ്പിന്റെ പേരിലും ഈ അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പേരിലുമുള്ള നന്ദി